2025 കാർത്തിക നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് മേടക്കൂറിൽ വരുന്നവർക്ക് ഒരു സമ്മിശ്ര ഫലങ്ങളാണ് ഉള്ളത്. അതേസമയം ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് കൂടുതൽ അനുകൂലമായ വർഷമാണ്. വർഷത്തിൻ്റെ പൊതുവായ പ്രവണതകൾ പെട്ടെന്ന് ഓരോ കാലഘട്ടത്തിലെയും മാറ്റങ്ങളാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഉൾപ്പെടുന്ന വർഷത്തിൻ്റെ അവസാന പാദം പൊതുവെ അനുകൂലമായ ഒരു പ്രവണത കാണിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം വിദ്യാപുരോഗതിക്കും അന്യദേശ സഞ്ചാരത്തിനും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സൗഖ്യത്തിനും സാധ്യത നൽകുന്നു. ഇത് ജീവിതത്തിൽ പുതിയ ഘട്ടത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ സൂചനയാണ്. മറുവശത്ത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഘട്ടം അല്ലെങ്കിൽ ഈ സമയം തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരും. ഈ ഫലങ്ങൾ കേവലം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. കാർത്തിക നക്ഷത്രക്കാരുടെ അന്തർലീനമായ പോരാട്ടവീര്യവും ലക്ഷ്യത്തിലെത്താൻ എന്ത് തടസ്സങ്ങളെയും വെട്ടിമാറ്റാനുള്ള മനസ്സും ഈ അനുകൂല സമയത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ സഹായിക്കും. കഠിനാധ്വാനവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഇരു വിഭാഗക്കാർക്കും ഈ മാസം മികച്ചതാക്കാൻ സാധിക്കും. തൊഴിൽ, വിദ്യാഭ്യാസം, സാമ്പത്തികം എന്നീ മേഖലകളിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട്. അതേസമയം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ ചിലവുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. വിവാഹബന്ധം ആലോചിക്കുന്നവർക്ക് ഈ മാസം മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമാണ്. ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. താങ്കളുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ടാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. താങ്കളുടെ നക്ഷത്രത്തിൻ്റെ അഗ്നിസമാനമായ ഊർജത്തെയും ശുദ്ധീകരണത്തിനുള്ള കഴിവിനെയും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക.